ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മൃഗശാല ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അതെ, തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വലിയ സുവോളജിക്കൽ പാർക്ക് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുകയാണ്. ഏകദേശം 350 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ എന്ന പ്രത്യേകതയും സ്വന്തമാക്കിയിട്ടുണ്ട്. പഴയ തൃശൂർ സൂവിലെ ഇടുങ്ങിയ കൂടുകളിൽ നിന്നും മൃഗങ്ങളെ പ്രകൃതിദത്തമായ വലിയ ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റിയതാണ് ഈ പുതിയ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ വലിയ മൃഗശാല എങ്ങനെ രൂപം കൊണ്ടു, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇവിടെ സന്ദർശകർക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയെല്ലാം ഈ വീഡിയോയിൽ നോക്കാം. കേരളത്തിലെ തൃശൂർ നഗരത്തിന് സമീപമുള്ള പുത്തൂർ എന്ന സ്ഥലത്താണ് ഈ വലിയ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരള വനം വന്യജീവി വകുപ്പ് വികസിപ്പിച്ചെടുത്ത ഈ പാർക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് സാധാരണ ഒരു മൃഗശാല മാത്രമല്ല, വന്യജീവി സംരക്ഷണം, ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയും ഒരുമിച്ചുള്ള ഒരു വലിയ പദ്ധതിയാണ് ഇത്. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പഴയ തൃശൂർ സൂ ഏകദേശം 13 ഏക്കർ സ്ഥലത്ത് മാത്രമായിരുന്നു. ഈ ചെറിയ സ്ഥലത്ത് മൃഗങ്ങളെ പാർപ്പിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടായി മാറി. സ്ഥലം പരിമിതി കാരണം മൃഗങ്ങൾക്ക് സ്വാഭാവികമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കാനായി മൃഗശാലയെ നഗരത്തിൽ നിന്നും മാറ്റി വലിയ പ്രകൃതിദത്ത വനപ്രദേശത്തിലേക്ക് മാറ്റാനുള്ള പദ്ധതി സർക്കാർ തീരുമാനിച്ചു. അതിനായി 336 മുതൽ 350 ഏക്കർ വരെ വിസ്തൃതിയുള്ള വനപ്രദേശമാണ് പുത്തൂരിൽ തെരഞ്ഞെടുത്തത്. ഏകദേശം 300 മുതൽ 350 കോടി രൂപ വരെ ചെലവിലാണ് ഈ വലിയ പദ്ധതി നിർമ്മിച്ചത്. ഈ മൃഗശാലയുടെ രൂപകൽപ്പന ചെയ്തത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള പ്രമുഖ മൃഗശാല ഡിസൈനർ ജോൺ കോ ആണ്. മൃഗങ്ങൾ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന രീതിയിലാണ് മുഴുവൻ പാർക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡിസൈനർ സൂ എന്നതാണ്. സാധാരണ മൃഗശാലകളിൽ കാണുന്നത് പോലെ കൂടുകളിൽ അടച്ച മൃഗങ്ങളെ കാണിക്കുകയല്ല. ഇവിടെ മൃഗങ്ങളെ ബാർലെസ് എൻക്ലോഷർ എന്ന രീതിയിൽ വലിയ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിൽ പാർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സന്ദർശകർക്ക് മൃഗങ്ങളെ കൂടുതൽ സ്വാഭാവികമായ രീതിയിൽ കാണാൻ സാധിക്കും. ഈ സുവോളജിക്കൽ പാർക്കിൽ ഏകദേശം 23 വ്യത്യസ്ത പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ചിലത് പ്രത്യേകമായി പക്ഷികൾക്കായുള്ള വലിയ ആവാസ വ്യവസ്ഥകളാണ്. അതോടൊപ്പം ഇവിടെ ഒരുക്കിയിരിക്കുന്ന മറ്റു പ്രധാന സൗകര്യങ്ങൾ മൃഗാശുപത്രി സമുച്ചയം, മൃഗങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന പ്രത്യേക തീറ്റ കേന്ദ്രങ്ങൾ, ബട്ടർഫ്ലൈ പാർക്ക്, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, 3D തിയേറ്റർ, സന്ദർശകർക്കായി ക്യാൻറ്റീൻ, വിശ്രമ കേന്ദ്രങ്ങൾ ഇവയെല്ലാം കൂടി ഈ പാർക്കിനെ ഒരു വലിയ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നു. ഈ വലിയ സുവോളജിക്കൽ പാർക്ക് 3 ഘട്ടങ്ങളിലായാണ് നിർമ്മിച്ചത്. 2013 ആദ്യഘട്ടത്തിനായി കേരള സർക്കാർ 5 കോടി രൂപ അനുവദിച്ചു. ആദ്യഘട്ടത്തിൽ ടിക്കറ്റ് കൗണ്ടർ, മതിൽ നിർമ്മാണം, എൻക്ലോസറുകൾ, ക്യാൻറ്റീൻ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കി. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും മറ്റു സൗകര്യങ്ങളും നിർമ്മിച്ചു. ഇങ്ങനെ പല വർഷങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കി. ഈ വലിയ പദ്ധതി 2026 ഫെബ്രുവരി 28 പൊതുജനങ്ങൾക്കായി തുറന്നു. ഇപ്പോൾ ഇവിടെ സന്ദർശകർക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവേശനം ലഭിക്കും. തിങ്കളാഴ്ച പാർക്ക് അവധിയായിരിക്കും. പ്രകൃതിയോട് കൂടുതൽ അടുത്തു നിന്ന് വന്യജീവികളെ കാണാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ അനുഭവമാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് നൽകുന്നത്. കുടുംബത്തോടൊപ്പം പോകാനും കുട്ടികൾക്ക് പഠനപരമായ അനുഭവം നൽകാനും ഇത് വളരെ നല്ല സ്ഥലമാണ്. കേരളത്തിലെ പുതിയ വലിയ ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നായി ഈ പാർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്കും ഈ മൃഗശാല സന്ദർശിച്ച് ഈ അനുഭവം ആസ്വദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.